നമസ്കാരം. മൂന്നാം ഭരണം അതാണ് പിണറായിയുടെ ലക്ഷ്യം, അതാണ് പിണറായിയുടെ സ്വപ്നം. അതിനുവേണ്ട ഓരോ നീക്കങ്ങളുമാണ് ഇപ്പോൾ നടക്കുന്നത്. പണിതീരാത്ത ആശുപത്രി കെട്ടിടങ്ങൾ പോലും ഉദ്ഘാടനം നടത്താനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ട നെട്ടോട്ടത്തിലാണ് ഇപ്പോൾ പിണറായി മന്ത്രിസഭയിലെ കിങ്കരന്മാരെല്ലാവരും. ഇപ്പോൾ തന്നെ വലിയ രീതിയിൽ തന്നെ സർക്കാരിന്റെ ഓരോ വകുപ്പിനുമെതിരെ വലിയ രീതിയിൽ പരാതികൾ വരുമ്പോൾ ഈ വർഷം അവസാനം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അതെല്ലാം തിരിച്ചടിയാകും എന്നത് മുൻനിർത്തിക്കൊണ്ടാണ് ഒരു നീക്കം ഇപ്പോൾ നടത്തുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു PR ഏജൻസി ടീം അതാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് എന്ന് വേണം പറയാൻ. തുടക്കം മുതൽ തന്നെ PR ഡിപ്പാർട്ട്മെന്റും അതോടൊപ്പം തന്നെ CDറ്റും കൂടാതെ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി സോഷ്യൽ മീഡിയ ടീമിനെയും പിണറായി വച്ചിട്ടുണ്ട്. എന്നാൽ അതിലൊന്നും പിണറായിയുടെ പ്രതിച്ഛായ ഒട്ടും വർദ്ധിക്കുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം. അതാണ് പിണറായിയെ എപ്പോഴും അലട്ടുന്നത്. കാരണം എന്തെങ്കിലും നല്ലത് ചെയ്താൽ മാത്രമല്ലേ ഈ സോഷ്യൽ മീഡിയ ടീമിൽ ഉള്ളവർക്ക് പോലും എന്തെങ്കിലുമൊക്കെ പറയാൻ സാധിക്കുകയുള്ളൂ. അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും എവിടെ നോക്കിയാലും ധൂർത്തിന്റെ അങ്ങേയറ്റം ധൂർത്ത്. അപ്പോൾ ഈ PR ടീമിന് എങ്ങനെ പിണറായിയെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും തരത്തിൽ പ്രൊമോട്ട് ചെയ്താൽ അപ്പോൾ തന്നെ ജനങ്ങൾ തന്നെ അതിനെ പൊളിച്ചടുക്കുന്നുമുണ്ട്. നിലവിൽ സർക്കാർ ജീവനക്കാരെയും അധ്യാപകരെയും ഉൾപ്പെടുത്തി ഒരു പ്രത്യേക സേനയെ നിയോഗിക്കാൻ സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നതിനെതിരെ വലിയ രീതിയിൽ ജീവനക്കാരുടെ ഇടയിൽ നിന്ന് തന്നെ ഒരു പ്രതിഷേധം ഉയരുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, സർക്കാർ ജീവനക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാണ്. അപ്പോൾ തന്നെ ഒരു പ്രത്യേക പവർ ഗ്രൂപ്പ് വരുമ്പോൾ അതും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമുള്ള ഒരു പവർ ഗ്രൂപ്പ് അംഗങ്ങൾ ആകുകയാണെങ്കിൽ അത് തീർച്ചയായും ഇടതുപക്ഷ ജീവനക്കാരെയും സംഘടനയിലുള്ളവരെയും ആണ് കൂടുതലായിട്ട് മുഖ്യമന്ത്രിയുടെ ടീമിലേക്ക് ഉൾപ്പെടുത്താൻ പോകുന്നത്. അതൊരർത്ഥത്തിൽ ജീവനക്കാരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾക്ക് വലിയ രീതിയിൽ ഒരു പ്രശ്നം, വലിയ ഗൗരവമായ ഒരു പ്രശ്നമായി മാറും. അത് ചീഫ് സെക്രട്ടറി തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ചീഫ് സെക്രട്ടറിക്ക് പോലും ഇടപെടാൻ പറ്റാത്ത അവസ്ഥയിൽ കാര്യങ്ങളെത്തും. ഇപ്പോൾ തന്നെ നമുക്കറിയാം പ്രശാന്ത് IASന്റെയും ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിയുടെയൊക്കെ കാര്യങ്ങൾ നമുക്ക് നോക്കുമ്പോൾ അറിയാവുന്നതാണ്. കൂടാതെ ഇവരെയെല്ലാം സ്ക്രീൻ ചെയ്ത് എടുക്കുന്നത് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് AKG പഠന ഗവേഷണ കേന്ദ്രത്തിൽ പരിശീലനം നൽകാനാണ് ഇപ്പോഴുള്ള തീരുമാനം. ഭരണത്തിൽ ജനങ്ങളുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കുന്നതും സർക്കാരിനും ജനങ്ങൾക്കുമിടയിലുള്ള ആശയവിനിമയം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുമായി പുതിയ സംരംഭം ആരംഭിക്കാനാണ് ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രി എന്നോടൊപ്പം അഥവാ CM with me എന്ന പേരിൽ സമഗ്ര സിറ്റിസൺ കണക്ട് സെന്റർ ആരംഭിക്കുന്നതിന് മന്ത്രിസഭാ യോഗം കഴിഞ്ഞ ദിവസമാണ് അതിനൊരു അന്തിമമായി ഒരു അനുമതി നൽകിയത്. പ്രധാന സർക്കാർ പദ്ധതികൾ, ക്ഷേമ പദ്ധതികൾ തുടങ്ങിയവയെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ വിവരങ്ങൾ നൽകുക എന്നതാണ് ഉദ്ദേശം. കൂടാതെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ വിശകലനം ചെയ്യാനും ധാരണയുണ്ട്. ഭവന നിർമ്മാണം, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യങ്ങൾ, പരിസ്ഥിതി സുസ്ഥിരത തുടങ്ങിയ മേഖലകളിലെ നിർദ്ദേശങ്ങളും അവയുടെ വിലയിരുത്തലും നടത്തുക. കൂടാതെ പൊതുജനങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ പരാതികളിൽ പരിഹാരം തേടുക എന്നതാണ് ഒരു പ്രധാന കാരണം. നവകേരള യാത്ര ഉൾപ്പെടെ ഒട്ടനവധി പരാതികളൊക്കെ കേൾക്കാവുന്ന ഒരു രീതി നടത്തിയിരുന്നു. പക്ഷേ അതിലൊന്നും തന്നെ ഒരു വിജയം കണ്ടില്ല. മന്ത്രിമാർ കേരളം മുതൽ അങ്ങ് കാസർഗോഡ് വരെ കഴിച്ചും ഉല്ലസിച്ചും നടത്തി എന്നല്ലാതെ വലിയൊരു ചെലവ് നമ്മുടെ കേരളത്തിലെ ഖജനാവിനുണ്ടായി എന്നതല്ലാതെ ഒരു രൂപയുടെ നേട്ടം അല്ലെങ്കിൽ ഒരു പരാതി പോലും പരിഹരിക്കാൻ മന്ത്രിമാരെ കൊണ്ട് സാധിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. വീണ്ടും അതേ മാതൃകയിൽ ഒരു നീക്കമാണ് ഇപ്പോൾ നടത്താൻ പോകുന്നത്. നിലവിൽ വെള്ളയമ്പലത്ത് എയർ ഇന്ത്യയിൽ നിന്നും ഏറ്റെടുത്ത കെട്ടിടത്തിലാകും സിറ്റിസൺ കണക്ട് സെന്റർ പ്രവർത്തിക്കുക. ഇതിനാവശ്യമായ നടപടി സ്വീകരിക്കാൻ റവന്യൂ വകുപ്പിനെ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. PRDക്കും CDറ്റിനും പുറമെ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിൽ ഇപ്പോൾ 12 പേരാണ് പ്രവർത്തിക്കുന്നത്. ഈയിടെ 12 അംഗ സംഘത്തിന്റെ ശമ്പള നിരക്കിൽ 2 മാസത്തെ മുൻകാല പ്രാബല്യത്തോടെ വർധനവ് വരുത്തിയിരുന്നു. സോഷ്യൽ മീഡിയ ടീം ലീഡിന്റെ ശമ്പളം 75,000-ൽ നിന്ന് 78,750 രൂപയാക്കി. കേരളം വലിയ രീതിയിൽ ഒരു സാമ്പത്തിക പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ, വലിയ രീതിയിൽ ഒരു നട്ടം തിരിഞ്ഞു നിൽക്കുമ്പോൾ ഇത്രയും ദൂർത്ത് വേണോ എന്ന ചോദ്യം സമൂഹ മാധ്യമങ്ങളിലടക്കം ജനങ്ങൾ തന്നെ എപ്പോഴും ചോദിക്കാറുണ്ട്. ന്യൂസ് ഡെസ്ക് തത്വമയി TV.